നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മകളെ പോലെ ഞാൻ സ്നേഹിച്ച എന്റെ മരുമോളും എന്റെ മകനും എന്നെ ചതിച്ചതാണ് ആദ്യത്തെ കാര്യം. ഒന്നിനും ഒരു പരിധി വയ്ക്കാത്ത ആളാ ഞാൻ. മക്കളോടും മരുമക്കളോടും കാണിക്കുന്ന സ്നേഹത്തിനടക്കം. എന്നിട്ടും ഞാൻ അറിയാതെ ഈ വീട്ടിൽ രഹസ്യമായി ഒരു വിവാഹം നടന്നു കഴിഞ്ഞുവെങ്കിൽ സേതുമാധവൻ എന്ന ഗൃഹനാഥന്റെ പിടിപ്പുകേടാണതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരെയും കുറ്റം പറയാനോ നടന്നൊക്കെ ഇഴകീറി പരിശോധിക്കാനോ എനിക്ക് താല്പര്യമില്ല. എന്റെ മകൻ സന്ദീപും എന്റെ മരുമകൾ അർച്ചനയും എന്നോടും ഈ കുടുംബത്തോടും ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഈശ്വരൻ തന്നെ തീരുമാനിക്കട്ടെ. പിന്നെ ആകെയുള്ളൊരു വിഷമം എന്താണെന്ന് വെച്ചാ അനഘയെക്കുറിച്ച് ഓർത്താ. അവള് വിവാഹ സ്വപ്നം കാണാൻ തുടങ്ങിയതും ജീവിതം ആഗ്രഹിച്ചതും എന്റെ ഒരാളുടെ വാക്കിന്റെ പുറത്താ. മക്കളെയും മരുമക്കളെയും അന്ധമായി വിശ്വസിച്ച് ഞാൻ കൊടുത്ത വാക്കിന്റെ പുറത്ത്. നല്ലൊരച്ഛനല്ല ഞാനെന്ന ബോധ്യത്തെക്കാൾ എന്നെ പിടിച്ചുലയ്ക്കുന്ന മറ്റൊന്നും ഇന്നിവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ രക്തബന്ധങ്ങൾക്കപ്പുറമാണ് ചില ബന്ധങ്ങളെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് ദയാനന്ദൻ മാഷിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. എന്നാൽ അതൊക്കെ എന്റെ മാത്രം ധാരണകളായിരുന്നുവെന്നും അതെല്ലാം തിരുത്തേണ്ടി വരുമെന്നും ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഈ ഏറ്റുപറച്ചിൽ വളരെ മുമ്പേ ആയിരുന്നെങ്കിൽ ഞാൻ എല്ലാം ക്ഷമിക്കുമായിരുന്നു, മറക്കുമായിരുന്നു. പക്ഷേ ഇതെനിക്ക് മറക്കാനോ പൊറുക്കാനോ പറ്റുന്നതല്ല. അതുകൊണ്ട് എന്റെ ക്ഷമയ്ക്ക് വേണ്ടി നിങ്ങളിവിടെ നിൽക്കണമെന്നില്ല. മാനസികമായും ശാരീരികമായും എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അത്രയ്ക്കും തിരിച്ചടികളാണ് എനിക്കുണ്ടായത്. അതുകൊണ്ട് ആരോടും ഞാൻ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സച്ചി ഭാര്യയും വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകണമെന്നാ ഞാൻ പറഞ്ഞ എന്റെ മറ്റൊരർത്ഥം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.